കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വാർ 2 സിനിമയിൽ അതിലൊരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. $1 ബില്യൺ വിലയുള്ള ഒരു എയർക്രാഫ്റ്റ് അവർ നിസ്സാരമായിട്ട് പൊട്ടിച്ചു കളയുന്നുണ്ട്. ഒരു അമേരിക്കൻ ഹെവി സ്ട്രാറ്റജിക് ബോംബറായ B-2 ബോംബർ, അതിനെയാണ് അവർ പൊട്ടിച്ചു കളയുന്നത്. I'm a mechanical engineer. Let me explain you some facts about B-2 bomber. B-2 ബോംബറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഷേപ്പാണ്. അത് മറ്റു കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ്സിനോ അല്ലെങ്കിൽ മറ്റ് യുദ്ധവിമാനങ്ങൾക്കോ ഇല്ലാത്ത ഒരു യൂണീക്കായിട്ടുള്ളൊരു ഡിസൈനാണ് B-2 ബോംബറിനുള്ളത്. പെരിഗ്രിൻ ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു പക്ഷിയുടെ ഷേപ്പിലാണ് ഈ B-2 ബോംബറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വെർട്ടിക്കലായിട്ടുള്ള വിങ്സോ സ്റ്റെബിലൈസേഴ്സോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്യൂസലാജസോ ഇല്ല. ഇത് കാരണം റഡാർ ക്രോസ് സെക്ഷൻസിൽ ഈ B-2 ബോംബേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഡിസൈൻ കാരണം ഇപ്പോൾ റഡാർ സിഗ്നൽസ് അതിൻ്റെ സർഫസിൽ വന്നിരിച്ച് ഡിഫ്ലക്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. B-2 ബോംബറിൻ്റെ സർഫസ് കോട്ട് ചെയ്തിരിക്കുന്നത് റഡാർ അബ്സോർബിങ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു റഡാർ സിഗ്നൽ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരത് ഡിഫ്ലക്റ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുകയോ ചെയ്യും. ഒരിക്കലും ഇത് റിഫ്ലക്റ്റ് ആവത്തില്ല. ജനറൽ ഇലക്ട്രിക് F118 GE 100 ടർബോഫാൻ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എൻജിൻസ് മറ്റ് എയർക്രാഫ്റ്റ്സിനെ പോലെ പുറത്ത് അല്ല ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി അതിൻ്റെ ബോഡിക്കുള്ളിൽ തന്നെയാണ് ഇതിൻ്റെ എൻജിൻസിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. B-2 ബോംബറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലൈ ബൈ വയർ സിസ്റ്റമാണ്. ഈ ഫ്ലൈ ബൈ വയർ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എയർക്രാഫ്റ്റ്സിലൊക്കെ മെക്കാനിക്കലായിട്ടുള്ള ലിങ്കേജസ് ഉപയോഗിച്ചിട്ടാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വയേഴ്സും കാര്യങ്ങളും കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കേണ്ടി വരും. അപ്പം എയർക്രാഫ്റ്റ്സിന് ഭാരം കൂടും. പക്ഷേ B-2 ബോംബറിന് അത് പറ്റത്തില്ല. അതുകൊണ്ട് ആണ് ഈ ഫ്ലൈ ബൈ വയർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ലിങ്കേജസിനെ റീപ്ലേസ് ചെയ്തിരിക്കും. അത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്തിരിക്കും. റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് B-2 ബോംബേഴ്സ് ഫ്ലൈ ചെയ്യുന്നത് 50,000 feet എബോവ് ആണ്. അതുപോലെ തന്നെ സാധാരണ ഒരു റഡാറിൽ ഒരു എയർക്രാഫ്റ്റ് വരണമെങ്കിൽ അതിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തെർമൽ മാർക്കിംഗ് ആണ്. പക്ഷേ B-2 ബോംബറിൻ്റെ കേസിൽ ഇത് രണ്ടുമില്ല. കാരണം B-2 ബോംബറിൻ്റെ കേസിൽ തെർമൽ ഹീറ്റ് കുറയ്ക്കാനായിട്ട് ഉള്ള ടെക്നോളജി ഉണ്ട്. അതേപോലെ സൗണ്ടില്ല. B-2 ബോംബറിൻ്റെ എയർ ഫ്രെയിം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കാർബൺ ഫൈബർ ഗ്രാഫൈറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈറ്റ് വെയ്റ്റുമാണ്, ഡ്യൂറബിളുമാണ്. അതേപോലെ തന്നെ റഡാർ സിഗ്നൽസിനെ ഇത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. B-2 ബോംബറിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഫ്ലൈയിങ് വിങ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പൈലറ്റിന് സ്വയം എൻ്റയർലി അതിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് ഇലക്ട്രിക്കൽ സിസ്റ്റംസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റംസ്. ഫ്ലൈയിങ് വിങ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എയറോ ഡൈനാമിക്കലി വീക്കാണ്. സോ B-2 ബോംബറിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറഞ്ഞത്. കൂടുതൽ സയൻസ് റിലേറ്റഡ് കണ്ടൻറ്റിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.